അവിടെ ഹോൾട്ട് ആവുന്ന ബസ്സുകളുണ്ടല്ലോ, സ്റ്റാൻഡിൽ ഹോൾട്ട് ആവുന്ന ആ ബസ്സുകളിൽ ഓരോ ബസ്സുകളും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 രൂപ കിട്ടും. അപ്പോൾ അത് ഞാൻ വാഷ് ചെയ്യാൻ തുടങ്ങി. ഡെയിലി ഒരു 3 ബസ്സൊക്കെ വാഷ് ചെയ്യും. അപ്പോൾ അതിന് 90 രൂപ കിട്ടും. അപ്പോൾ അതിന് ഓരോ സാധനങ്ങൾ നമ്മൾ സ്വരം കൂട്ടി വെക്കും. അങ്ങനെ പിന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഉപയോഗിച്ചിട്ടുള്ള സോ എന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്, ഗുരുവായൂർ തന്നെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് പൈസ എറിയുവാണ്. അന്നത്തെ കാലത്ത് 50ഉം 100ഒക്കെ എറിയുമ്പോൾ നമുക്കത് പൈസ കാണും. നമുക്ക് അത്യാവശ്യം നമുക്ക് എന്താ വേണ്ടത്, ഇടാൻ വസ്ത്രം, എനിക്ക് ഭക്ഷണമാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ അതും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ജീവിച്ചു. ഉള്ളിൻ്റെ ഉള്ളിലെ സ്ത്രേണത മുഴുവൻ ഞാൻ അങ്ങ് പുറത്തെടുത്തു. ലേഡീസ് ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങി, ടോപ്പുകൾ ഇടാൻ തുടങ്ങി, പബ്ലിക്കിൽ ഹൈ ഹീൽ ചെരുപ്പിടാൻ തുടങ്ങി. ഒത്തിരി പേര് വന്നു പോകുന്ന സ്ഥലമാണ് ഗുരുവായൂർ ബസ് സ്റ്റാൻഡ്. കാരണം കണ്ണനെ കാണാനായിട്ട്, ഭഗവാനെ കാണാനായിട്ട് എല്ലാവരും വരുന്നത് ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് അവർ പോകുന്നത് ഗുരുവായൂർ സ്റ്റാൻഡിൽ ബസ് കയറാൻ വരും. അപ്പോൾ എല്ലാവരും കാണും. ഒരുപാട് പേര് ഫാമിലീസൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് മാറി നിന്ന് കളിയാക്കി ചിരിക്കും. അന്ന് പിന്നെ ചാന്തുപുട്ട സിനിമ ഇറങ്ങിയ സമയം. അപ്പോൾ ഒരുപാട് പേരുകൾ പല പല പേരുകൾ വിളിച്ച് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ